സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? അതിന് എന്തൊക്കെ ആസൂത്രണങ്ങൾ നടത്തി എന്നത് ഇപ്പോൾ ചർച്ചയാകുകയാണ്. എന്തായാലും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമേരിക്കയ്ക്ക് എപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല മുന്നറിയിപ്പുകളും ഇസ്രയേൽ നൽകുന്ന മുന്നറിയിപ്പുകൾ അമേരിക്ക കണക്കിലെടുക്കാതെ പോകുന്നു. അല്ലെങ്കിൽ അമേരിക്ക അക്കാര്യത്തിൽ സ്ഥിരീകരണം തേടുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തമായ സൂചന ലഭിക്കാതെ അമേരിക്ക തള്ളിക്കളയുന്നു. അത്തരത്തിൽ സ്ഥിരീകരിക്കാനാകാതെ പോകുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രസക്തമായി വരുന്നു. പക്ഷേ ആക്രമണം പല വിധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ വർഷങ്ങളിലൊക്കെ കണ്ടതാണ്. എങ്ങനെയാണ് ട്രംപ് പല ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്ന്. അതിനർത്ഥം ഇസ്രയേൽ നൽകുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ ചില വ്യക്തമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള ആക്രമണ രംഗങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ട്രംപ് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഒരു അറ്റാക്കിംഗ് ശ്രമം നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നത്. ഇസ്രയേൽ നൽകിയ രഹസ്യാന്വേഷണ വിവരങ്ങളിൽ പലതും സ്വതന്ത്രമായി പരിശോധിച്ച് ഉറപ്പാക്കാൻ US ഏജൻസികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുവെന്ന ഇസ്രയേലിന്റെ നിരവധി മുന്നറിയിപ്പുകൾ അതുകൊണ്ട് തന്നെ US രഹസ്യാന്വേഷണ ഏജൻസികൾ തള്ളിക്കളയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രമായി സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യം റോയിട്ടേഴ്സ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ കൈമാറുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ട്രംപിന് സുരക്ഷയൊരുക്കാൻ കൂടുതൽ സുരക്ഷയൊരുക്കാൻ എപ്പോഴും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം. രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന റിപ്പോർട്ട് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നു. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൂടി ട്രംപിന് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ പേപ്പറിന് അത് അങ്ങനെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്, ആ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. കൂടുതൽ കരുതലോടെ ട്രംപിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം US കൈമാറിയ വിവരങ്ങളിൽ സ്നൈപ്പർ ആക്രമണം, പൊതുപരിപാടികളിലെ കത്തി ആക്രമണം, മറ്റു വധശ്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉൾപ്പെട്ടിരുന്നു. ചില വിവരങ്ങൾ ലോ കോൺഫിഡൻസ് എന്ന വിലയിരുത്തലോടെയാണ് CIA പരിഗണിച്ചതെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിൽ ആരംഭിച്ച 12 ദിവസത്തെ യുദ്ധത്തിന് മുന്നോടിയായാണ് ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിക്കാൻ തുടങ്ങിയത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഇറാനെതിരെ US സൈനിക നടപടി സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുന്നറിയിപ്പുകൾ കൂടുതൽ ശക്തമായി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും എയർഫോഴ്സ് 1 തകർക്കാൻ മിസൈൽ ആക്രമണം പദ്ധതിയിട്ടിരുന്നോ? അത്തരത്തിലുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായി ലഭിച്ച മുന്നറിയിപ്പാണ് ഏറ്റവും വിശദമായതെന്ന് റിപ്പോർട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രംപ് തുർക്കി സന്ദർശിക്കുന്നതിനിടെ ഷോൾഡർ ലോഞ്ച് മിസൈൽ ഉപയോഗിച്ച് എയർഫോഴ്സ് 1 ആക്രമിക്കാൻ ഇറാൻ ശ്രമിച്ചേക്കാം എന്ന് ഇസ്രയേൽ വൈറ്റ് ഹൗസിന് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായത്. എന്നാൽ ഈ അവകാശവാദവും ഇസ്രായേൽ നൽകും. ഈ ഒരു കാര്യം അറിയിക്കുമ്പോഴും ഈ ഒരു അവകാശവാദം US രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ് അവിടെ തുർക്കിയിൽ സംഭവിച്ചത്? തുർക്കിയിൽ അവിടെ ട്രംപിന് രഹസ്യമായി വിമാനത്തിൽ നിന്ന് കടന്ന് മറ്റൊരു വിമാനത്തിലേക്ക് കടന്ന് അവിടുന്ന് രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ അപകടം മണത്തു എന്നുള്ളതാണ്. ആക്രമണ സാധ്യത അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇസ്രായേൽ നൽകിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തുർക്കി രഹസ്യാന്വേഷണ വിഭാഗവും ആരോപണത്തിന് തെളിവൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ അവിടെ ഒരു അന്തിമ വിലയിരുത്തൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിലൂടെ മാറ്റാൻ അവർ അവിടെ തീരുമാനം എടുത്തതും. ട്രംപ് അങ്ങനെ സുരക്ഷിതമായി രക്ഷപ്പെടുന്നു. അവിടെ മറ്റൊരു വിധത്തിലുള്ള ട്രംപ് സഞ്ചരിച്ച വിമാനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് സുരക്ഷിതമായി മാറാൻ ട്രംപിന് കഴിഞ്ഞു. ഇത്തരത്തിൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നു. ട്രംപിന്റെ ജീവന് ഭീഷണിയുണ്ട്, ട്രംപിനെ വധിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകൾ സ്ഥിരീകരിക്കാനായില്ലെങ്കിലും വൈറ്റ് ഹൗസും US സീക്രട്ട് സർവീസും മുൻകരുതൽ നടപടികൾ യഥാസമയം സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്ക സ്ഥിരീകരിക്കുന്നില്ല, പക്ഷേ ഭയക്കുന്നു, ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ ഭയക്കുന്നു. ട്രംപിന്റെ തുർക്കി സന്ദർശനത്തിനിടെ നടന്ന അസാധാരണമായ ഡിസ്പെൻഷൻ ഓപ്പറേഷനിൽ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ട്രംപിനെ എയർഫോഴ്സ് 1 നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർഫോഴ്സ് 1 നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയിരുന്നത്
ലോകം കണ്ടതാണ്. അത് തന്നെയാണ് ട്രംപിന് നേരെ വധശ്രമം എപ്പോൾ വേണമെങ്കിലും നടന്നേക്കാം, വധഭീഷണി നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇറാന്റെ ഭീഷണി വർഷങ്ങളായി US നിരീക്ഷിക്കുന്നുണ്ട്. 2020 ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ട്രംപ് നൽകിയ ഉത്തരവിന് പ്രതികാരമായി ഇറാൻ ആക്രമണം നടത്താൻ ശ്രമിക്കും എന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ദീർഘകാല വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രതികാര മനോഭാവം ഇറാന് ട്രംപിനോട് നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം ഒരു വധഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നിലവിലുണ്ട് എന്നു തന്നെയാണ്. എന്നാൽ ഇസ്രയേൽ കൈമാറിയ പ്രത്യേക വധശ്രമ മുന്നറിയിപ്പുകളിൽ ചിലത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അമേരിക്ക ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിൽ വ്യക്തമായ അവർക്ക് ഉറപ്പുവരുത്തുന്നത് പോലുള്ള ഒരു അന്വേഷണം നടക്കും. അതിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത്. പക്ഷേ എവിടെ നിന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇക്കാര്യത്തിൽ അമേരിക്ക ആശ്രയിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. US കാര്യത്തിൽ, ട്രംപിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇസ്രായേലിന്റെ പക്കൽ നിന്ന് അമേരിക്ക സ്വീകരിക്കുന്നുമുണ്ട്. അതനുസരിച്ച് നടപടികളും സുരക്ഷയും ഒരുക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെയും US രഹസ്യാന്വേഷണ വിലയിരുത്തലുകളിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിലയിരുത്തലുകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യം ഇറാൻ സജീവമായി ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ ഉണ്ടായത്. എന്നാൽ ഇറാൻ അടിയന്തര ഭീഷണിയാണെന്ന് ഇസ്രായേൽ ശക്തമായി വാദിച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽ തന്നെയാണ് ഇറാനെതിരെ ശക്തമായ നിലപാടെടുത്ത്, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നോക്കുന്നു. ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നു. ഇതൊക്കെ മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് US പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു. ഈ വ്യത്യസ്ത വിലയിരുത്തലുകൾക്കിടയിലും ഫെബ്രുവരിയിൽ ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിക്കുകയായിരുന്നു. ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിവരങ്ങളും ഇറാനെ ആക്രമിക്കുന്നതിനുള്ള തീരുമാനത്തിന് പരിഗണിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉയർത്തുന്ന പ്രധാന ചോദ്യം എന്താണ് എന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് ഇറാൻ സംബന്ധിച്ച വിഷയങ്ങളിൽ US വർഷങ്ങളായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിവരങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അമേരിക്ക സ്വീകരിക്കുന്നുണ്ട്, അത് കണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ വിവരങ്ങൾ US ഏജൻസികൾക്ക് സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിയാറില്ല. അതായത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായിരിക്കും കൂടുതൽ ശക്തം എന്ന് കരുതേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ US രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇതെല്ലാം മറികടന്ന് ട്രംപിന് സുരക്ഷ ഒരുക്കാനും അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ളതാണ്. മറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങളുമായി താരതമ്യം ചെയ്താണ് അവയുടെ വിശ്വാസ്യത അമേരിക് സാധാരണഗതിയിൽ വിലയിരുത്തുക. അതായത് ട്രംപിനെതിരായ ഇറാൻ വധശ്രമ മുന്നറിയിപ്പുകൾ ലഭിച്ചു, പക്ഷെ അവയിൽ പലതും US സ്വതന്ത്രമായി സ്ഥിരീകരിക്കാനായില്ല. വൈറ്റ് ഹൗസും CIA ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പോലും അവർ തയ്യാറായില്ല. അതിനിടെ ഇസ്രായേൽ ഏജൻസി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ച അമേരിക്കൻ നയത്തെ സ്വാധീനിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്തിരുന്നു. US സീക്രട്ട് സർവീസ് പല സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ തുടർച്ചയായി വിലയിരുത്തിയാണ് സുരക്ഷാ നടപടികൾ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അറിയുക, ഇറാന്റെ ഭാഗത്ത് നിന്ന് ട്രംപിനെതിരെ നേരിട്ടോ പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ വധഭീഷണി സ്വഭാവമുള്ള പ്രസ്താവനകൾ മുമ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വധഭീഷണി ട്രംപിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല, തള്ളിക്കളഞ്ഞെങ്കിൽ കൂടെ, അല്ലെങ്കിൽ വേണ്ടതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ കൂടെ ട്രംപിനെതിരെ വളരെ പ്രത്യക്ഷമായി തന്നെ വധഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നോക്കാം അതിന്റെ മറ്റു വഴികളിലേക്ക്. എന്നാൽ ഒരു പ്രധാന വ്യത്യാസം ശ്രദ്ധിക്കണം. ഇപ്പോൾ പുറത്തു വന്ന പുതിയ ട്രംപിനെ വധിക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ച ഇസ്രായേൽ ഇന്റലിജൻസ് വിവരങ്ങൾ US ഏജൻസികൾക്ക് സ്വതന്ത്രമായി സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. CIA വിവരങ്ങൾ ലോ കോൺഫിഡൻസ് എന്നാണ് വിലയിരുത്തിയത്. ഇനി ഇറാനിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഭീഷണികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോഴാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക. നമുക്ക് നോക്കാം, 2023 ആയിരുന്നു അത്. അന്നത്തെ IRGC എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ അമീർ അൽ ഹാജിസാദെ പരസ്യമായി ട്രംപിനെയും മൈക്ക് പോംപെയെയും സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ സൈനിക കമാൻഡർമാരെയും കൊല്ലുമെന്ന്
ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നെ നോക്കാം, 2020 അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ IRGC കോർ ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് മുതൽ ട്രംപിനും മറ്റ് മുതിർന്ന US ഉദ്യോഗസ്ഥർക്കെതിരെ ഇറാൻ നടത്തിയ പ്രതികാര ഭീഷണി അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നു. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കും എന്നുള്ള തരത്തിലുള്ള ശക്തമായ ഭീഷണി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് 2026 ജൂലൈയിലേക്ക് എത്താം. ജൂലൈ 11 അന്നത്തെ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി നടത്തിയ പ്രസ്താവനയിൽ പേരെടുത്ത് ട്രംപിനെ പറയാതിരുന്നെങ്കിലും അമേരിക്കൻ ആക്രമണത്തിന് ഉത്തരവാദികൾക്കായവർക്കെതിരെ പ്രതികാരം തീർച്ചയായും നടപ്പാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീർച്ചയായും അമേരിക്കക്കെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ തന്നെ ട്രംപിനെ വധിക്കാനുള്ള ഇറാനി നീക്കങ്ങളെ കുറിച്ച് ഇസ്രായേൽ അമേരിക്കയ്ക്ക് വിവരം നൽകിയിരുന്നു. അപ്പോഴും ഈ വിവരം ഇസ്രായേൽ അമേരിക്ക അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് നമുക്ക് ഒടുവിലായി ചിന്തിക്കാം. എന്തായാലും ഇറാൻ ട്രംപിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ തെളിവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വധഭീഷണികൾ നേരത്തെ നിലനിന്നിരുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. എന്നാൽ ഇസ്രായേൽ US നൽകിയ വിവരങ്ങളിൽ സ്നൈപ്പർ ആക്രമണം, കത്തി ആക്രമണം, എയർഫോഴ്സ് 1 ഷോൾഡർ ലോഞ്ച് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ലോകം കണ്ടതാണ്. എന്നാൽ CIA അവയിൽ പലതും സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. തുർക്കി ഇന്റലിജൻസിനും അങ്കാറ സംഭവത്തിൽ തെളിവ് കണ്ടെത്താനായില്ല. അതേസമയം ഭീഷണി പൂർണ്ണമായും അവഗണിച്ചിട്ടുമില്ല. തുർക്കിയിൽ നിന്ന് ട്രംപിനെ രഹസ്യമായി മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ എയർഫോഴ്സ് 1 ഡിക്കോയെ ഉപയോഗിച്ച അസാധാരണ സുരക്ഷാ നീക്കം നടത്തിയിരുന്നു. ട്രംപ് തന്നെ പിന്നീട് ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ട്രംപിനെതിരെ വധഭീഷണി പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. പ്രതികാര മനോഭാവവും ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇറാന്റെ സൈനിക നീക്കങ്ങൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. വധശ്രമ മുന്നറിയിപ്പുകളൊക്കെ പ്രത്യക്ഷത്തിൽ തള്ളിക്കളയുന്നെങ്കിലും അമേരിക്കയും ട്രംപും കടുത്ത ഭീതിയിൽ വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്.